ബീഫ് വാങ്ങാൻ പോയപ്പോഴേ വലിയ വലിയ എല്ലിൻ്റെ പീസുകൾ കണ്ടപ്പോൾ ഞാൻ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വെറും എല്ല് മാത്രമല്ല, അതിൽ കുറച്ച് ഇറച്ചികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടൊരു അടിപൊളി കറി തയ്യാറാക്കി നോക്കാം. ചെറിയ ഉള്ളിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബൗൾ നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം ഇതേ രീതിയിൽ. എന്നിട്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത എല്ലുകളും ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വലിയ സ്പൂൺ അളവിന് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി തീ ഓണാക്കി ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റ് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പച്ച ചക്കയും കപ്പയൊക്കെ നമ്മൾ ഉടച്ച് കൂട്ടാൻ വെക്കൂലേ, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി.